ഇന്ന് നമുക്ക് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് സംസാരിക്കാം. ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിനുശേഷം നൂറുകണക്കിന് ആളുകൾ തടവുകാരായി പിടിക്കപ്പെട്ടു. ഇതിനെ തുടർന്ന് ഗാസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ഇപ്പോൾ ഒരു താൽക്കാലിക വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് നോക്കാം. വെടിനിർത്തൽ കരാർ നിലനിൽക്കണം, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഇതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ചിരുന്നു. നിങ്ങൾക്ക് ചെയ്യേണ്ടത് ചെയ്യുക, ഇതിന് ഒരു അവസാനം വേണം എന്നാണ് അദ്ദേഹം നെതന്യാഹുവിനോട് പറഞ്ഞത്. ട്രംപ് വന്നതിനുശേഷം യുദ്ധങ്ങൾ നിലക്കുമെന്ന് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ വാർ ആയാലും ഹമാസ് ഇസ്രായേൽ വാർ ആയാലും താൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ഒരിക്കലും നടക്കില്ലായിരുന്നു എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അത് അക്ഷരം പ്രതി സത്യമാവുന്ന കാഴ്ചയാണ് ട്രംപ് അധികാരം ഏൽക്കുന്നതിന് തൊട്ടുമുൻപ് സംഭവിച്ചത്. ട്രംപ് വളരെ ശക്തമായി പറഞ്ഞത് ബഹുമാനം എന്ന വാക്കാണ്. അമേരിക്കയെ വീണ്ടും ബഹുമാനിക്കണം. അവർ നമ്മെ ബഹുമാനിച്ചാൽ വെടിനിർത്തൽ നിലനിൽക്കും, അല്ലെങ്കിൽ എല്ലാം തകരും. നെതന്യാഹു പറയുന്നത് ഈ കരാർ ബൈഡൻ ഭരണകൂടത്തിന്റെയും ട്രംപിന്റെ പുതിയ ഭരണകൂടത്തിന്റെയും സഹകരണത്തിന്റെ ഫലമാണെന്നാണ്. ഹമാസുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടാൽ യുദ്ധം പുനരാരംഭിക്കാൻ ട്രംപ് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. പുതിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്സ് പറഞ്ഞത് ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ഇസ്രായേലിന്റെ സൈനിക നടപടികളെ ട്രംപ് ഭരണകൂടം പിന്തുണയ്ക്കുമെന്നാണ്. ഈ സാഹചര്യത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് വെടിനിർത്തൽ കരാർ എത്രനാൾ നിലനിൽക്കുമെന്നതാണ്. തടവുകാരുടെ മോചനം വിജയകരമായി നടക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ എല്ലാ ലേറ്റസ്റ്റ് ജിയോപൊളിറ്റിക്കൽ അപ്ഡേറ്റുകളും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.